ഗാർബേജ് പറക്കി ജീവിച്ച കുട്ടിക്കാലമായിരുന്നു അയാളുടേത്. വീടെന്ന് വിളിക്കാൻ പറ്റില്ലാത്തവരടുത്താണ് അയാൾ വളർന്നത്. ഹാർഡ് വർക്ക് കൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത KGF. ക്രിസ് ഗെയിൽ. ക്രിസ് ഗെയിൽ, AB ഡിവിലിയേഴ്സ്, യുവരാജ് സിംഗ്, ഈ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. അതിൽ എൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യൻ ടീമിൽ കളിക്കുകയാണെങ്കിലും ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിലൊക്കെ ആണെങ്കിലും ഞാൻ ഇന്ത്യയിൽ കളിക്കാരനാണ്. യുവരാജ് സിംഗ് ഒരു ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കളി കാണില്ല. അതുപോലെ തന്നെ ക്രിസ് ഗെയിൽ, AB ഡിവിലിയേഴ്സൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ റോയൽസിൽ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. കാരണം അത്രയ്ക്ക് അഡിക്റ്റഡാണ് ഈ 3 പേര്. ഇനി ക്രിസ് ഗെയിൽ വളരെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി എങ്കിൽ പോലും സിക്സർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു പേര് അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ക്യാച്ച് പിടിച്ചുള്ള ഔട്ടാവൽ അദ്ദേഹം ഞാൻ അധികവും കണ്ടിട്ടില്ല. അധികവും പിന്നെ അയാൾ പൊക്കണ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ എല്ലാം അപ്പുറം ഗാലറിക്കാണ്. ഒരത്ഭുത മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പോൾ നല്ല കാലങ്ങളൊക്കെ പോയി. അതൊക്കെ ആൾക്കാരൊക്കെ വിരമിച്ചു തുടങ്ങി. അദ്ദേഹവും വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രായമായി. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് നല്ല നല്ല ഓർമ്മകൾ ഒരുപാട് തന്നിട്ടുണ്ട് ഈ 3 പേരും. AB ഡിവിലിയേഴ്സ്, യുവരാജ് സിംഗ്, പിന്നെ നമ്മുടെ ക്രിസ് ഗെയിലും. തീർച്ചയായിട്ടും ഞങ്ങളെ ഒരിക്കലും ഇന്ത്യക്കാർ മറക്കില്ല.